يلا 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 فجر فجر. ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കടയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അതിനടുത്ത് ഒരു ഷോപ്പുണ്ട്, ഖരീഫ് സംബന്ധമായിട്ട് സാധനങ്ങൾ വിൽക്കുന്ന, ആളുകൾ ഇരിക്കുന്ന അങ്ങനത്തെ ഐറ്റംസ്, ചെയർ കാര്യങ്ങൾ, പിന്നെ ഗ്യാസ് സിലിണ്ടർ, സ്റ്റൗവ്, വാട്ടർ ടാങ്ക്, ഇതെല്ലാം. അപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നില്ല, അതിലടച്ച് നേരെ വൈകിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, അതിൻ്റെ ഒരാളാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് ചോദിച്ചോട്ടെ, ഇതിന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോട്ടെ. പൊതുവെ ഖരീഫ് എന്ന സംഭവം കാണുന്നില്ല, പൊതുവെ വിജനമാണ്. ഈ നേരത്തെ കൂടെ മുട്ടി തിരിയാൻ സമയമില്ല, സ്ഥലമില്ലാത്തൊരു സ്ഥലം. അതിവിടെ എല്ലാം വണ്ടി തിരക്കുള്ള സ്ഥലം. അവിടെ നിന്ന് ട്രീ കട്ടിങ് ഒന്നും കിട്ടൂല, പക്ഷെ എല്ലാം കാലി, ആളുകളൊന്നും എത്തിച്ചേർന്നില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവരും തന്നെ സാധനം കച്ചവടം ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഇല്ല ഇവിടെ പിന്നെ ഇതിപ്പോൾ എന്താ ഖരീഫിൻ്റെ ഐറ്റംസ് അല്ല മൊത്തത്തിൽ? ഇത് ഖരീഫിൻ്റെതാണ്. കസാര, പിന്നെ അത് നമ്മുടെ ബെഡാണ്. ഇത് 4 പീസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഫോൾഡ് ടൈപ്പ്, പോർട്ടബിൾ ടൈപ്പ്. ശരി. പിന്നെ ഗ്യാസ് ഐറ്റംസ് നമ്മുടെ വണ്ടിയിലെല്ലാം പോർട്ടബിൾ, അത് സിലിണ്ടറും അടുപ്പെല്ലാം ഉൾക്കിട്ട്. പിന്നെ ഇത് നമ്മള് വെള്ളം എടുക്കുന്നത്, പമ്പ് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ ടോപ്പ് ഏതായുള്ള ഹെഡ്? ഇതിന്റെ അതിന് വേറെ അടുപ്പുണ്ടല്ലേ? ഇതിന്റെ വേറെ അടുപ്പുണ്ട്. ഇതിന് ഫുള്ള് ഗ്യാസ് ആയിരിക്കും. പിന്നെ നമ്മൾ അതിന്റെ ഇതുണ്ട്, ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഓണാക്കി ഓണാക്കും. പിന്നെ ചെയറെല്ലാം എന്താ കച്ചവടം ഒന്നും ആയില്ലേ? കച്ചവടം എന്താന്ന് പറഞ്ഞാൽ ഈ ഖരീഫ് എന്താന്ന് പറയുമ്പോ ശരി, ഇപ്പൊ എല്ലാരും പറയുന്ന പറഞ്ഞാല് പിന്നെ ഈ മാസം 20-ന് ശേഷം ആളുകൾ വരും എന്നാണ് പറയുന്നത്. സാധാരണ ഇസ്ലാമിക നമുക്ക് അത്യാവശ്യം ആളുകൾ വന്ന് കച്ചവടം, പക്ഷെ മസ്കത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും ഈ ദുബായ്, ഖത്തർ, പുറത്തുള്ള ആൾക്കാർ വരുന്ന അത്ര ഇവിടെ വന്നിട്ടുണ്ടാവില്ല അല്ലേ? അതാണ് ടാർപ്പ. ഇതെടുത്ത ടെന്റാ? ഇതെല്ലാം ടെന്റാണ്. ഇത് പറഞ്ഞാല് ഏതാണ്ട് ഇതേപോലെ വരും, ഇതേപോലെ ടെന്റ് ആയിട്ട് വരും. പിന്നെ കസാല ഇപ്പൊ പല റേറ്റിന്റെ ഉണ്ട്, വില കൂടിയ വില കുറഞ്ഞത്. പിന്നെ ഇത് മഴ കൊടകള്. ഇപ്പം വലിയ മഴ, ചെറിയ മഴ പൊഴിയുന്നതാണ്. അപ്പൊ ഇതെന്താണോ അത് നിലത്തിടുന്നത്? സീറ്റും ഉണ്ട് ഇരിക്കുള്ളത്. അത് ഓരോ ഇതിന് നമ്മൾ കട്ടാക്കി വെക്കുന്നതാണ്. ഓക്കെ. എന്തപ്പോ അവസ്ഥ കണ്ടപ്പോ ഒരു രക്ഷയില്ല, മോശമാണ്. പിന്നെ എല്ലാവരും പറയുന്നത് 20 ദിവസം, ഈ മാസം 20-ന് ശേഷം ആളുകൾ ഉണ്ടാവുന്ന. പിന്നെ അതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ആഗസ്റ്റ് ലാസ്റ്റ്, സെപ്റ്റംബറിൽ ഇങ്ങനെ മദർസ തുറക്കും, സ്കൂൾ തുറക്കും. പിന്നെ എല്ലാവരും വായിക്കാവും. അത് ശരി. അങ്ങനെ കച്ചവടക്കാരെല്ലാം ആകെ ഒരു പ്രയാസത്തിലാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ദുആയിലെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ പോലെ ഈ പ്രാവശ്യത്തെ ഖരീഫ് എന്നൊരു പ്രതീക്ഷ അസ്തമിച്ച ലെവലിലാണ് ഉള്ളത്. എന്നാലും ചെറിയൊരു പ്രതീക്ഷ മങ്ങിയിട്ടില്ല. ആളുകൾക്ക് ചെറിയൊരു പ്രതീക്ഷയിൽ ഇപ്പോഴാണുള്ളത്. അപ്പോൾ ഇത് പേനയാണ്, ബില്ല് ചെയ്താൽ വെച്ച പേനയായിരുന്നു എടുക്കപ്പെട്ട. അപ്പോൾ ആളുകളുടെ പ്രതീക്ഷ മങ്ങലേറ്റ അവസ്ഥയിലാണ് ഈ വർഷം ഉള്ളത്. കഴിഞ്ഞ വർഷമുള്ള ഈ സമയത്ത് ഇവിടെ എല്ലാം വണ്ടികളുടെ ഭയങ്കര തിരക്കായിരുന്നു, ഒരാൾക്കും ഒരു അവസ്ഥയില്ലായിരുന്നു. ഇത് പുതപ്പ് ഐറ്റംസ് അല്ലോ. ഇതെല്ലാം ചെറിയ പൈസ കൊടുക്കുന്നതാണ് അല്ലേ? ചെറിയ പൈസ. പിന്നെ ഇത് നമ്മൾ സാധാ ബ്ലാങ്കറ്റ്. ഇതിപ്പോ എന്താണ്? ഇത് മനസ്സിലായി, ഇത് മൊത്തം സെറ്റാ? അത് കിച്ചൺ സെറ്റ് ഡബ്ബകള്. വേറെ ഒരു സാധനം കണ്ടല്ലോ ഇവിടെ. ഇത് വാട്ടർ ടാങ്ക് അല്ലേ? പൈപ്പോട് കൂടിയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ ആളുകൾ വന്ന് ഇത് വാങ്ങി പോണെന്നേ ഉള്ളൂ. ഉള്ളിൽ സ്റ്റോറിലാണ് അല്ലേ? ബെഡ് കണ്ടമാണ്. ഇതെല്ലാം എല്ലാം പോവില്ല, എല്ലാം മൂവിങ് ഉണ്ടായി ബെഡല്ലോ. അതാണ് ഓണറാണല്ലേ അത്? ഓക്കെ. അപ്പോ ഇത് ഇൻഷാ അല്ലാഹ് ഖരീഫിന്റെ ഇതിലാണ്. നമ്മളെ സാൽനൂത്ത് യമൻ കോർണർ എന്നുള്ള ഷോപ്പാണ് കേട്ടോ. സാൽനൂത്ത് നമ്മളെ യമൻ കോർണർ എന്നുള്ള ഷോപ്പാണ്. വളരെ നല്ല ആദായത്തിൽ നമ്മുടെ സാധനങ്ങൾ കൊടുക്കുന്നത്, ചെറിയ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കൊടുക്കുന്നുണ്ട്, ഓഫറിലൊക്കെ. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും സലാലായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിപ്പോവാം ഇൻഷാ അല്ലാഹ്. അപ്പം എന്നാൽ നമ്മൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരും. എന്നാൽ ശരി. ഓക്കെ.